എൻ്റെ പേര് സുനി. ഞാൻ ഹരിതകർമ്മസേനയിൽ 2018 നമ്മൾ മീനങ്ങാടി പഞ്ചായത്തിൽ ഹരിതകർമ്മസേന ആരംഭിച്ച സമയം മുതലുള്ള ആളാണ്. ഞങ്ങൾ തുടക്കത്തിൽ 38 പേരുണ്ടായിരുന്നു. അത് 20 പേരിലേക്ക് ചുരുങ്ങി വീണ്ടും ആളുകളെ എടുത്ത് വീണ്ടും 38ലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് മീനങ്ങാടി പഞ്ചായത്തിൽ 19 വാർഡാണുള്ളത്. 19 വാർഡിലും ഇപ്പം 2 പേര് വെച്ചിട്ട് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് തുടങ്ങിയ സമയത്ത് ഷോപ്പ് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. വീടുകളിൽ നിന്നും കളക്ഷൻ എടുക്കും, പക്ഷേ ആളുകൾ നമ്മളോട് സഹകരിക്കുന്ന ഒരു മനോഭാവത്തിലായിരുന്നില്ല. പിന്നീട് ഗ്രാമസഭകളിലും അല്ലാതെ എല്ലാ സ്ഥലങ്ങളിലും പറഞ്ഞ് ആളുകൾ നമ്മളുടെ അടുത്തേക്ക് നമ്മളുടെ പഞ്ചായത്ത് പറയുന്ന രീതിയിലേക്ക് 40 രൂപയായിരുന്നു അന്ന് യൂസർ ഫീ. ഇന്ന് 3 മാസം കൂടുമ്പോൾ 100 രൂപ എന്നുള്ള രീതിയിലേക്ക് എത്തിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഹരിതകർമ്മസേന പ്ലാസ്റ്റിക് ശേഖരണം മാത്രമല്ല ഉള്ളത്. നമുക്ക് ജനകീയ ഹോട്ടലുണ്ട് ഹരിതകർമ്മസേനയ്ക്കായിട്ട്. പിന്നെ ഒരു ഗ്രീൻസ് കഫേ ഉണ്ട്. സംരംഭങ്ങളും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് 38 പേർക്കും എല്ലാ ദിവസവും ഞായറാഴ്ച എടുക്കാൻ പറ്റുമെങ്കിൽ ആ ദിവസവും കൂടി ജോലിയുള്ള ഒരു രീതിയിലേക്കാണ് ഇപ്പം നമ്മുടെ ഹരിതകർമ്മസേന ഉള്ളത്. നമുക്ക് 19 വാർഡിൽ എല്ലാ മാസത്തിലും എല്ലാ വീടുകളിലും എത്തുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ വീടുകളിൽ നിന്നും തന്നെ അവിടെ തന്നെ നമ്മൾ തരം തിരിച്ചാണ് എടുക്കുന്നത്. വീടുകളിൽ നിന്ന് തന്നെ, അതായത് നമ്മൾക്ക് റീസൈക്കിളിന് പറ്റുന്ന പ്ലാസ്റ്റിക്, അതുപോലെ തന്നെ ഷെഡഡ് പ്ലാസ്റ്റിക്, നമുക്ക് പൊടിക്കാനായിട്ട് പറ്റുന്ന പ്ലാസ്റ്റിക്, ഇതിനെയൊക്കെ തരം തിരിച്ചാണ് എടുക്കുന്നത്. പിന്നെ ബോട്ടിൽസ്, പ്ലാസ്റ്റിക് ബോട്ടിൽസ്, അതെല്ലാ മാസവും നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കലണ്ടർ പ്രകാരം പിന്നെ മരുന്നിൻ്റെ സ്ട്രിപ്പ്, ചില്ല്, കണ്ണാടി ചില്ലുകൾ, കുപ്പി ഗ്ലാസ്സുകൾ, അങ്ങനെ ആ ഐറ്റംസ്, പിന്നെ ഈ വേസ്റ്റ്, തുണി, ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഒരു വീട്ടിൽ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാനായി പറ്റുന്ന നമ്മളുടെ ഓട് അതുപോലുള്ള സാധനങ്ങൾ ഒഴിവായിട്ട് ബാക്കി എല്ലാ സാധനങ്ങളും ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി വരുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് തന്നെ തരം തിരിച്ചിട്ട് നമ്മുടെ മിനി MCFകളിൽ എത്തിച്ച് ഓരോ വാർഡിലെ ആളുകൾ മിനി MCFകളിൽ എത്തിച്ച് വെക്കുകയും അവിടെ നിന്നും ഇപ്പം നമുക്ക് ഹരിതകർമ്മസേനയ്ക്ക് സ്വന്തമായിട്ട് വണ്ടിയുണ്ട്. ആ വണ്ടിയിൽ നമ്മുടെ മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിൻ്റെ MCFലേക്ക് എത്തിച്ച് അവിടെ നിന്ന് റീസൈക്കിളിനായിട്ട് കയറ്റി അയക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് റോഡ് പണിയിലേക്ക് വേണ്ട ഷഡഡ് പ്ലാസ്റ്റിക് ഉള്ള സ്ഥലം മീനങ്ങാടി പഞ്ചായത്തിന് മാത്രമാണ്. അപ്പോൾ അതും നമ്മൾ അവിടെ അതിൻ്റെ പ്രോസസ്സിങ്ങും ചെയ്ത് റോഡ് പണിക്കായിട്ട് മുഴുവൻ ഈ നമ്മുടെ വയനാട് ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളിൽ നിന്നും ആളുകൾ വന്ന് നമ്മുടെ അടുത്ത് വന്ന് പൊടിച്ച പ്ലാസ്റ്റിക് ടാറിങ്ങിലേക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മസേനയ്ക്കായിട്ട് ഓരോ വാർഡിലും 19 വാർഡിലും 102 മിനി MCFകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ബോട്ടിലുകൾ കളക്ട് ചെയ്യാനായിട്ട് 25 ബോട്ടിൽ ബൂത്തും നമുക്ക് നമ്മുടെ പഞ്ചായത്തിനുണ്ട്. പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു പറയേണ്ടത് ഞങ്ങളുടെ ഇപ്പോഴുള്ള 2 VOമാരാണ്. അവർ ആദ്യം നമുക്ക് പിന്നെ കൂലി ഇല്ലാതെ തന്നെ, ഞങ്ങളൊരു 6-7 മാസം കൂലി ഇല്ലാതെ തന്നെ ജോലി ചെയ്ത ആളുകളാണ്. അങ്ങനെയാണ് 38 പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞതിൽ 20 പേരായത്. അപ്പം സ്ഥിരമായിട്ട് വരുമാനം, ഇതൊരു നമ്മൾ സാധാരണ വീട്ടിലൊതുങ്ങി കൂടിയിരുന്ന വീട്ടമ്മമാരായിരുന്നു ഇതിലേക്ക് വന്നിരുന്നത്. അന്നൊരു വിദ്യാഭ്യാസ യോഗ്യതയോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇതിലേക്ക് വന്നെത്താനായിട്ട് ആളുകൾ അന്ന് തയ്യാറല്ലായിരുന്നു. എന്താ ചെയ്യേണ്ടത്? ഇപ്പം നമ്മൾ വീടുകളിൽ വന്നിട്ട് ആദ്യമൊക്കെ കുടഞ്ഞിടുന്ന മാലിന്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് വേസ്റ്റ് അടക്കം എല്ലാ സാധനങ്ങളും അതുപടി വെച്ചിട്ട് തരുന്നൊരവസ്ഥയിലായിരുന്നു ഉള്ളത്. അപ്പം അതിൽ നിന്നൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് അവിടെ നിതീഷ് സാറും കമറുന്നിസ മേഡവും വന്നതിന് ശേഷം അവർ നല്ല രീതിയിൽ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ട്, പഞ്ചായത്ത് നമുക്ക് ഫുൾ സപ്പോർട്ടാണ്. പക്ഷേ ഇത് ഏതൊക്കെ രീതിയിൽ ജനങ്ങളിൽ എത്തിക്കണം, ഗ്രാമസഭകളിലും ഒക്കെ കാര്യങ്ങൾ പറയും, എല്ലാ ഗ്രാമസഭകളിലും പറയും അതുപോലെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഹരിതകർമ്മസേനയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം പിന്നെ ഒരു സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവരുടെ നിർദ്ദേശപ്രകാരം ക്ലസ്റ്റർ തിരിച്ചു. ഓരോ വാർഡിനും ക്ലസ്റ്റർ തിരിച്ച് പ്രവർത്തനങ്ങൾ തുടങ്ങി. പിന്നെ മുഴുവൻ വീടുകളിലും നോട്ടീസുകൾ അത് ജനപ്രതിനിധികളും പിന്നെ അതുപോലെ ആശാ വാളണ്ടിയർമാർ, അംഗൻവാടി വർക്കേഴ്സ്, അങ്ങനെ ADSമാർ എല്ലാവരും കൂട്ടായിട്ട് തന്നെ എല്ലാ വീടാന്തരം കയറി ഇറങ്ങി പ്രവർത്തനങ്ങൾ, ഈ നോട്ടീസ് എത്തിച്ച് ഇതിൻ്റെ പ്ലാസ്റ്റിക് കത്തിച്ചാലുണ്ടാവുന്നതും കൈമാറാതിരുന്നാലുള്ള ഭവിഷ്യത്തുക്കളെ കുറിച്ചൊക്കെ പറഞ്ഞ് നമ്മളെ നല്ല രീതിയിൽ ഹരിതകർമ്മസേനയ്ക്ക് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും. അതുപോലെ തന്നെ വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹരിതം സുന്ദരം, നമ്മൾ ആദ്യമൊക്കെ എടുക്കുന്നത് ഈ പ്ലാസ്റ്റിക് മാത്രമായിരുന്നു.
അപ്പം വീടുകളിലെല്ലാ ആളുകളും പറയും ഞങ്ങൾ തൂക്കി പിടിക്കുന്ന കവറുകൾ ഇല്ല, ഞങ്ങൾക്ക് തരാനൊന്നുമില്ല എന്ന് പറയുമായിരുന്നു. പക്ഷേ നമ്മൾ ഉപ്പ് മുതൽ വാങ്ങുന്ന മുഴുവൻ സാധനങ്ങളും കവറിലാണ് എന്നുള്ള ആ ഒരു വിഷയമൊക്കെ അവരെ മനസ്സിലാക്കി ആ കവറുകളൊക്കെ എടുത്തു വെക്കാൻ തുടങ്ങി. ആ കവറുകളൊക്കെ ആയിരുന്നു ആദ്യം കൈമാറാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് ശേഷം ഹരിതം സുന്ദരം എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി നടപ്പിലാക്കി. ഈ ഹരിതം സുന്ദരം നടപ്പിലാക്കിയതിനോട് ഒരു വീട്ടിലെന്നല്ല, ശരിക്കും അന്ന് ഓരോ വീട്ടുകാരുടെയും പറമ്പിലൊക്കെ നേരത്തെ ഇങ്ങനെ നമുക്കൊരു തൂമ്പയിട്ട് അങ്ങോട്ട് കളച്ച് കഴിഞ്ഞാൽ തൂമ്പ തിരിച്ച് ഇങ്ങോട്ട് പോരും. കാരണം ഈ പ്ലാസ്റ്റിക്കും തുണികളും ഒക്കെ നമുക്ക് വേണ്ടാത്ത എല്ലാം വലിച്ചെറിയുന്ന ആ ഒരു സ്വഭാവം തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ രീതിയിലേക്കുള്ള പറമ്പിൽ നിന്നുള്ള മാലിന്യങ്ങൾ വരെ ഹരിതസുന്ദരം പദ്ധതിയിൽ കയറ്റിവിടാനായിട്ട് സാധിച്ചു. നമ്മുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അങ്ങനെ മുഴുവൻ ആളുകളും നല്ല രീതിയിൽ ഹരിതകർമ്മസേനയ്ക്ക് വേണ്ടിയിട്ട് ഗ്രാമസഭകളിലൊക്കെ വരുമ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഹരിതകർമ്മസേനയ്ക്കുള്ള പ്രാധാന്യവും കാര്യങ്ങളുമൊക്കെ അവർ വിശദീകരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ ഒക്കെ ഭാഗത്തു നിന്നും ഇപ്പോൾ നിലവിലുള്ളത്.